നമസ്കാരം. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും പ്രചോദനാത്മകമായ വ്യക്തിത്വങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഭാവന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതിൻ്റെ ചിത്രമാണ് ഇത്. ഈ ചിത്രം പലയിടത്തും കുലുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രോഷം ഉണ്ടാക്കുന്ന പ്രതിഷേധം ഉയർത്തിയ സമീപകാലത്ത് കണ്ട സമാനതകളില്ലാത്ത അതിക്രമത്തിനെതിരായ പ്രതിരോധത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഭാവനയുടേത്. ഈ ചിത്രത്തിൻ്റെ ബലത്തിൽ, ഈ ചിത്രത്തിൻ്റെ പേരിൽ ഭാവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായി അദ്ദേഹം CPM-നൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഇതുകൂടി ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണോ നേട്ടം അവർ പ്രചരണം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ PR അതാണ് ഇതാണ് അതിന് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറത്ത് നമ്മൾ രാഷ്ട്രീയത്തിന് മുകളിൽ മുഖ്യമന്ത്രി ഒരു ഭരണകൂടത്തിൻ്റെ, കേരളത്തിലെ സർക്കാരിൻ്റെ തലവനാണ് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മളതിനെ സമീപിക്കണം. ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിനെ അങ്ങനെ തന്നെ സമീപിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചിത്രത്തെ കാണുന്നത്. അവർ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അവർ കേരളീയരുടെ, മലയാളിയുടെ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകം കൂടിയായി നമ്മുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഒരുപാട് സ്ത്രീകളുടെ പലപ്പോഴും സാമൂഹികമായ അതിക്രമങ്ങൾക്ക് പോലും, ആൾക്കൂട്ട അതിക്രമങ്ങൾക്ക് പോലും ഇരയാക്കപ്പെടുന്ന മനുഷ്യർക്ക് മുന്നിൽ പ്രചോദനമായി നിൽക്കുന്ന, പോരാടണം, തളരരുത് എന്നുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു ബിംബമായി ഭാവന നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ഇൻസ്റ്റഗ്രാമിൽ നടത്തിയ പ്രതികരണം നമ്മുടെ മുമ്പിലുണ്ട്. നീതിയുടെ മുന്നിൽ പോരാട്ടവും തോൽക്കുന്നില്ല, നീതി ലഭിക്കുന്നത് വരെ നിയമ സംവിധാനങ്ങൾ തളർത്താൻ ശ്രമിച്ചാലും മുന്നോട്ട് തന്നെ സഞ്ചരിക്കും എന്ന് അവർ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മൾ നടി ആക്രമിക്കപ്പെട്ട കേസിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഭവവികാസങ്ങളിലൂടെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കടന്നു പോകേണ്ടത്. ഒന്ന് അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിചാരണ കോടതി ജസ്റ്റിസ് ഹണി എം വർഗീസിൻ്റെ വിചാരണ കോടതി വിധി അനീതി നിറഞ്ഞതാണ് എന്നുള്ള ആരോപണം, വിമർശനം വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ദിലീപിൻ്റെ ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്ന കാര്യം നമ്മുടെ മുന്നിലേക്ക് നിരന്തരം വരികയാണ്. ദിലീപ് വിധി വന്ന ഉടനെ മഞ്ജു വാര്യരെ ചൂണ്ടിക്കാണിച്ച് അവരാണ് അടുത്ത ലക്ഷ്യം എന്ന മട്ടിലുള്ള ആഹ്വാനം നടത്തുകയും അതിൻ്റെ പിന്തുടർച്ചയായി പ്രത്യേകിച്ചും ചില പ്രത്യേക പ്രൊഫൈലുകൾ, സാമൂഹ്യ വ്യക്തിത്വങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന ആളുകളടക്കം ഈ വിധി മുന്നിൽ നിർത്തിക്കൊണ്ട് നടിക്കെതിരെയും അതിജീവിത നടത്തിയ പോരാട്ടത്തിന് എതിരെയുള്ള ഒരു ഓപ്പറേഷൻ ഇപ്പോൾ പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള സാഹചര്യം. അപ്പീലിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും തൻ്റെ പരാതി നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നതിന് വേണ്ടി അവർ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പത്രങ്ങളിൽ വരുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്, മാധ്യമ വാർത്തകളുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് പ്രതികൾ തന്നെ നേരിട്ട് രംഗത്തെത്തി അതിജീവിതയ്ക്കെതിരായ വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മാർട്ടിൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണവുമായി രംഗത്ത് വരികയാണ്. അതിജീവിതയ്ക്കൊപ്പം നിന്ന ആളുകൾക്കെതിരെ വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്ന കാഴ്ചയുണ്ട്. അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദിലീപിൻ്റെ സിനിമ വരുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഭ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ തന്നെ ആസൂത്രിതമായി മോഹൻലാലിൻ്റെ ചെലവിൽ, ഈ കോടതി വിധി കൂടി വന്ന സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ ചെലവിൽ താൻ നിരപരാധിയാണ് എന്ന് ആൾക്കൂട്ട മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സിനിമയാക്കി അതിനെ അവതരിപ്പിക്കുകയാണ്. ദിലീപിൻ്റെ കാര്യം നമുക്കറിയാം. ജനപ്രിയ നായകനെന്ന് സ്വയം അവകാശപ്പെട്ട് ജനവിരുദ്ധ നായകനെന്ന്, സ്ത്രീവിരുദ്ധ നായകനെന്ന് ആരോപണം നേരിടേണ്ടി വരികയും കോടതിയിൽ 8ാം പ്രതിയായി ഇപ്പോൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പീൽ പോകുന്ന കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്നാൽ ഈ സാഹചര്യത്തിൽ വിധി വന്നതിന് ശേഷം കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു സിനിമ ഇറക്കുക, ആ സിനിമയിലൂടെ തൻ്റെ വലിയ നായക പട്ടം ആവർത്തിച്ചുറപ്പിക്കുക, അപ്പോഴും പ്രതിനായകനായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തെ മറികടക്കാൻ മോഹൻലാലിൻ്റെ ജനപ്രീതിയെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ സിനിമ തന്നെ മോഹൻലാലിനെ മുൻനിർത്തിക്കൊണ്ടൊരു സിനിമ മാത്രമല്ല, മോഹൻലാലിനെ പോലും ഇതിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും തൻ്റെ പേരുദോഷം മാറ്റുന്നതിനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിധി വരാൻ കാത്തിരിക്കും പോലെ മോഹൻലാലിൻ്റെ പ്രൊഫൈലിൽ തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രൊമോഷൻ പോസ്റ്ററുകൾ വരുന്നു. അത് കഴിഞ്ഞ് കുറ്റവാളിയാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്ന ദിവസം
പ്രധാന പ്രതികൾക്ക് ശിക്ഷ പ്രഖ്യാപിക്കുന്ന ദിവസം അടുത്ത പോസ്റ്റർ ഇറക്കുക. അതായത് ഒരു കേസ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിലെ അതിജീവിതയെയും അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയും അപഹസിക്കുന്ന പരിഹസിക്കുന്ന പരിപാടികൾ ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ വ്യാപകമായി ചെയ്തു. അതിൽ മോഹൻലാലും പങ്കാളിയായി എന്ന സങ്കടകരമായ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലേക്ക് വരികയാണ്. കച്ചവടമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ പങ്കാളിയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ളത് കൂടി ചോദ്യമാണ്. പണ്ട് അവൾക്കൊപ്പം നിൽക്കും അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ വാക്കുകൾ നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഈ മട്ടിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ, മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള നിസ്സഹായത നമ്മുടെ മുമ്പിൽ ഒരു സങ്കടകരമായ യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ OTT-യിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടും സിനിമകളുടെ നിലവാരക്കുറവുമായി ബന്ധപ്പെട്ടും OTT കോർപ്പറേറ്റ്, ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് OTT-കൾ ആ സിനിമകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ നമ്മൾ സമീപകാലത്താണ് കണ്ടത്. കാരണം ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകളുടെ സിനിമകൾ സ്വീകരിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ അതിനെ കൂടി മറികടക്കാൻ ഇപ്പം കൂടുതലും മനോരമ മാക്സിലൊക്കെ മാത്രമാണ്, ഇവിടെ പ്രാദേശിക OTT-കൾ മാത്രമാണ് സിനിമകൾ സ്വീകരിക്കുന്നത്. അതും പലതും ഇപ്പോഴും OTT-യിൽ വിറ്റുപോയിട്ടില്ല. അമ്മാതിരി സിനിമകളായതുകൊണ്ടായിരിക്കും. എന്തായാലും ഈ സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ കൂടി സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ മാർക്കറ്റിൽ പുതിയ ഓപ്പണിംഗ് എന്നുള്ള സാധ്യത, മോഹൻലാലിൻ്റെ സിനിമയാകുമ്പോൾ OTT-കൾ എടുക്കുമല്ലോ, അങ്ങനെ കൂടി പറയുക. ഇവിടെ ഇത് ഇയാളുടെ തിരിച്ചുവരവ് എന്ന് വ്യാഖ്യാനിക്കുക, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇമേജ് ബിൽഡപ്പ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് വലിയ തോതിലുള്ള ആളുകളുടെ പിന്തുണ സമാഹരിക്കുക. ഇപ്പോൾ സംഘപരിവാർ അനുഭാവികളായ വലിയ സാമൂഹ്യ നിരീക്ഷകരടക്കം അദ്ദേഹത്തിന് വേണ്ടി ഡെയിലി വിശദീകരണങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളാണ്. കേരള സമൂഹം ഒന്നാകെ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. സിനിമയിൽ നിന്ന് കാര്യമായ പിന്തുണകളില്ലെങ്കിലും ഈ സാഹചര്യത്തിലും അവൾക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം കാണിക്കുന്ന, ധൈര്യം കാണിക്കുന്ന അപൂർവം ചിലരെങ്കിലുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ഭാഗ്യലക്ഷ്മിയുടേതാണ്. ഭാഗ്യലക്ഷ്മി ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. WCCയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരെല്ലാവരും സ്വന്തം ജീവിതം തന്നെ, കരിയർ തന്നെ തുലച്ചെന്ന് പറയാൻ പറ്റില്ല, കരിയർ തന്നെ ഈ തരത്തിലുള്ള ഈ സിനിമയുടെ വാണിജ്യ സാധ്യതകളിൽ അടയ്ക്കപ്പെട്ടിട്ടും അത് തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് വേണ്ടി നിൽക്കുന്നു. അവരുടെ കരിയർ ഈ മട്ടിലാകുമ്പോഴും അവരുടെ ജീവിതം സാർത്ഥകമാകുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിൽ അതിനൊപ്പം നിൽക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. മുമ്പ് 1% ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു, എന്നാൽ വിധി വന്നതോടെ കാര്യങ്ങൾ വ്യക്തമായി. ഇദ്ദേഹം തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന്. കാരണം സാമാന്യ ബുദ്ധിയുള്ള ആരെയും ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം കോടതി വിധി വന്നതിന് പിന്നാലെ ഉണ്ടായി. വിധി വന്നതിന് തൊട്ടടുത്ത നിമിഷം പുറത്തേക്കിറങ്ങിയ 8ാം പ്രതി മറ്റൊരു പെണ്ണിൻ്റെ പേര് പറയുകയാണ്, മറ്റൊരു നടിയുടെ പേര്. ആ നടി ഒരിക്കലും ആ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞല്ല സംസാരിച്ചത്. ഗൂഢാലോചനയെക്കുറിച്ച് മഞ്ജു വാര്യർ സംസാരിച്ചതാണ്. എന്നാൽ ഗൂഢാലോചന എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തൻ്റെ ഉള്ളിലെ വില്ലനിസം തീർന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ പ്രതികരണത്തിനുള്ള ധൈര്യം കിട്ടിയത് ഈ വിധിയിൽ നിന്നാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്ന് എല്ലാവർക്കും അറിയാം. ഈ അതിജീവിത കേസിന് പോയില്ലെങ്കിൽ, പോരാട്ടത്തിന് ഇറങ്ങിയിരുന്നില്ലെങ്കിൽ അടുത്തത് മഞ്ജു വാര്യർ തന്നെയായിരുന്നിരിക്കും മറ്റൊരു സിറ്റുവേഷനിൽ ആക്രമിക്കപ്പെടാൻ പോകുന്നത്. എന്നാൽ കേസുമായി മുന്നോട്ട് പോയത് മൂലമാണ് പല പെൺകുട്ടികളും രക്ഷപ്പെട്ടത്. അത് അതിജീവിതയുടെ നിലപാട് കൊണ്ട് മാത്രമാണ്. വിധി വരുന്ന അന്ന് തന്നെയല്ലേ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്തത്. ഒരു നിമിഷം ചിന്തിക്കണം, അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തിക അധികാരത്തിനോടുള്ള വിധേയത്വമാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ കാണുന്നത് എന്ന് ഭാഗ്യലക്ഷ്മി കൃത്യമായ നിരീക്ഷണം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം പ്രസക്തമാണ്. സിനിമയിൽ അധികാര കേന്ദ്രം സാമ്പത്തിക മൂലധന അധികാര കേന്ദ്രമാണ്. അതിലേക്ക് സ്വാധീനമുണ്ടാക്കുകയും അവിടെ അടക്കി വാഴുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അദ്ദേഹത്തിനെതിരായ നീക്കങ്ങളെ ഏത് മട്ടിൽ നേരിടും എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ആ വിധേയത്വത്തിൻ്റെ പ്രകടനത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വരുന്നത്. പക്ഷേ പൊതുസമൂഹത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന വലിയ സംഘം തന്നെ നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ ആ മട്ടിൽ ഭീതിയോടെ മാറി നിൽക്കാതെ നിൽക്കുന്ന മഞ്ജു വാര്യരെ പോലുള്ള ആളുകൾ അവരുടെ നിലപാട് ആവർത്തിച്ച് പറയുന്നു. ഇന്നയാൾ എന്നുള്ളതല്ല, ഈ കേസിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. അത് കോടതി വിചാരണ വേളയിൽ പോലും, കോടതിയുടെ വിധിയിൽ പോലും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ വിധി വരുമ്പോഴും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് വ്യക്തമായിട്ടും നിലവിലെ ഗൂഢാലോചന പ്രതിയെ കുറ്റവിമുക്തനാക്കാൻ തിടുക്കം കാട്ടിയ കോടതി ആ ഗൂഢാലോചനയിൽ ആരാണ് യഥാർത്ഥത്തിൽ പ്രതിയായിട്ടുള്ളതെന്ന് കണ്ടെത്താനുള്ള ഒരു താല്പര്യവും കാണിക്കാതിരിക്കുന്നതാണ് സമൂഹത്തിന് മേൽ സംശയകരമായ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. ഈ സാഹചര്യത്തിൽ മഞ്ജു വാര്യരുടെ നിലപാട് പ്രസക്തമായി നിൽക്കുകയാണ്. ഇനി ഭ ഭ ബ എന്ന
എന്ന സിനിമ വരുമ്പം അതിനോട് ഭ ഭ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അത് സിനിമയാണ് എന്നുള്ളതിനപ്പുറത്ത് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന മറ്റ് ചില ഗൂഢലക്ഷ്യങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം നിലപാടുകളുടെ തുടർച്ചയായി അപ്പീൽ പോകാനുള്ള നടപടികളിലേക്കും സർക്കാർ കടക്കുന്നത്. ഇവിടെയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെ പറയുകയാണ്, ഈ അതിജീവിതയുടെ മാതൃകാപരമായ പ്രചോദനാത്മകമായ പോരാട്ടം പരാജയപ്പെടുന്ന ഒരു പോരാട്ടമല്ല, അതിപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും മുന്നിലേക്കും താൻ സ്വയം വെളിവാക്കപ്പെട്ട് തെറ്റ് ചെയ്തവരാണ് തലകുനിക്കേണ്ടത്, അവരാണ് മറഞ്ഞു നിൽക്കേണ്ടത് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ അതിക്രമത്തിനിരയാകുന്ന സ്ത്രീക്കും പ്രചോദനമായി നിൽക്കുന്ന ഒരു ബിംബമായി നമ്മുടെ മുമ്പിൽ അതിജീവിത ഇരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ഡെവലപ്മെൻറ്റുകൾ, അപ്പീലുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റുകൾ അധികം വൈകാതെ പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.